ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT ലിസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടുപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ ഒരു ടീം എന്ന് പറയാൻ മൊത്തം പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. ലീഡ് ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിലും സിനിമ ചെയ്യാന്നുള്ള ധൈര്യം, ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടാവുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ കഥാപാത്രങ്ങളുടെ മുഖങ്ങളില്ലാതായിരുന്നു. ഒരു ഗ്രാമം, ചായക്കട, വെളിച്ചപ്പാട്, ആ ഗ്രാമത്തിലെ കുറച്ച് രസകരമായ മുഹൂർത്തങ്ങൾ, അങ്ങനെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരുപടി മനോഹരമായ സിനിമകൾ സമ്മാനിച്ച സംവിധായകനായ സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തിയ മറ്റൊരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ് ഓണനാളുകളിൽ തിയേറ്ററുകളിലെത്തി ഏതാണ്ട് 70 കോടിക്ക് മുകളിൽ കളക്ടർ സ്വന്തമാക്കി വൻ ഹിറ്റായ സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം ഈ വരുന്ന ആഴ്ച, അതായത് സെപ്റ്റംബർ 26-ാം തീയതി വെള്ളിയാഴ്ച ചിത്രം മലയാളം ഉൾപ്പെടെ അറൗണ്ട് 5ഓളം ഇന്ത്യൻ ഭാഷകളിൽ ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT ലക്ഷ്യമെന്ന് ഒഫീഷ്യലായി തന്നെ കൺഫേം ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ചിത്രത്തിനായി. കാത്തിരിപ്പിന്റെ ഒരു പേരില്ലേ, അതൊരു സുഖാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടി, ധനുഷ് വെട്രിമാരൻ കോംബോയിൽ പുറത്തിറങ്ങിയതിൽ വെച്ച് എന്റെയും ഒട്ടുമിക്ക പേരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമായിരിക്കും അല്ലേ വട ചെന്നൈ. അപ്പോൾ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റിനായി കാത്തിരിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. അപ്പോൾ കാത്തിരിപ്പിനെ വിരാമമിട്ടുകൊണ്ട് ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പോൾ ഇതാ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ വർക്കുകളെല്ലാം ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നും അടുത്ത വർഷം, അതായത് 2026 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവിട്ട അപ്ഡേറ്റ് പറയുന്നത്. ഇനി 2026, 36, 46, 56 ആയിക്കോട്ടെ, കാത്തിരിക്കും ഏതറ്റം വരെയും, അതിന് യാതൊരുവിധ മാറ്റവുമില്ല. இந்த சத்தம் வெற்றிமாறன் ஆபீஸ்ல கேட்கட்டும். செந்தில், குணா, வேலு, தம்பி, சந்திரா, இவங்க எல்லாரையும் அன்பு வாழ்க்கையோட இணைக்கிறது ராஜன். മനുവിന്റെ സംവിധാനത്തിൽ മലയാളത്തിൽ തുടങ്ങിയ ഒരു 18+ സീരീസ് ആണ് ബ്യൂട്ടിഫുൾ. കംപ്ലീറ്റ് അഡൾട്ട് ഡ്രാമാബാധത്തിൽപ്പെടുന്ന ഈ ഒരു സീരീസ് ഫെനി സീരീസ് എന്ന ഒരു പുതിയ OTT പ്ലാറ്റ്ഫോം വഴി ഏതാണ്ട് 40 മിനിറ്റിനടുത്ത് ഡ്യൂറേഷൻ വരുന്ന ഫയല് മലയാള ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റു ഭാഷകളിൽ ഇതുവരെ ലഭ്യമല്ല. അയ്യോ, അല്ലെങ്കിൽ ഇതിനൊക്കെ എന്തിനാ അല്ലേ ഭാഷയും സൗണ്ടൊക്കെ. 100% ഞാൻ യോജിക്കുന്നു. ഈ ഒരു സോങ് ഉള്ള സിനിമയാണ് തമർ കേവിയുടെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനായി എത്തിയ മലയാള ചിത്രമാണ് സർക്കിട്ട്. മെയ് മാസം തിയേറ്ററുകളിലെത്തി. ഇതുപോലെ വളരെ ചെറുതായി പൊട്ടിയ സിനിമയുടെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് സ്വന്തമാക്കുകയും ചിത്രം ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് സെപ്റ്റംബർ 26-ാം തീയതി ചിത്രം മനോരമ മാക്സ് വഴി മലയാള ഭാഷയിൽ മാത്രം OTT ലക്ഷ്യമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ആരുടെയോ സംവിധാനത്തിൽ അശ്വിൻ ജോസ് നായകനായി എത്തിയ ഏതോ ഒരു മലയാള സിനിമയാണ് ഒരു റൊണാൾഡോ ചിത്രം. ഈ ഒരു സിനിമയെ പറ്റി കൂടുതലായി ഒന്നും പറയുന്നില്ല. സത്യത്തിൽ സിനിമയെ പറ്റി അധികമായി ഒന്നും അറിയത്തില്ല. അപ്പോൾ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു ചിത്രം ആമസോൺ വഴി മലയാള ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്തിനോ എന്തോ. കൂടാതെ ഇന്നും ഈ അടുത്തുമായി OTT റിലീസ് ആരംഭിച്ച സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് തന്നെ നോക്കിയേക്കാം. ഒന്നാമത്തേത് ധ്യാൻ നായകനായി എത്തിയ ID എന്ന മലയാള ചിത്രം സൈന വഴി മലയാളം, തമിഴ്, തെലുങ്കു എന്നിങ്ങനെ 3ഓളം ഭാഷകളിൽ OTT റിലീസ് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് രണ്ടാം യാമം എന്ന ഏതോ ഒരു മലയാള ചിത്രം മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് ഹൗസ് മേറ്റ്സ് എന്ന തമിഴ് ചിത്രം C5 വഴി തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിട്ടുണ്ട്.